ഹലോ, ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു ക്രൂസ് റൈഡിന് പോവുകയാണ്. ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് തന്നെ ഒരു ബസ് ഉണ്ട് കേട്ടോ. ഈ ബസ്സിൽ ഒരു 2 അവേഴ്സ് ഇതുപോലെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വീഡനിൽ നിന്ന് ഫിൻലാൻഡിലെ ഓലാൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്ക് ഒരു ക്രൂസ് റൈഡിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. നമ്മൾ രാവിലെ തന്നെ ഈ ബസ് എടുത്ത് ഈ ക്രൂസിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ എത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ജുവാന ക്രൂസിൽ കയറാൻ പോകുന്നത്. ജുവാന മാത്രമല്ല, ഞങ്ങളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നമ്മളവിടെ എത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് ബോർഡിംഗ് പാസ് തന്നു കേട്ടോ. അങ്ങോട്ട് പോകാനും തിരിച്ച് റിട്ടേൺ ആയിട്ടുള്ള ബോർഡിംഗ് പാസസും അതുപോലെ തന്നെ ഫുഡിൻ്റെ പാസും തന്നിരുന്നേ. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നേരെ ക്രൂസിൻ്റെ അടുത്തേക്ക് നടക്കുവാണേ. ആദ്യമായിട്ടായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൂസ് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മൊത്തത്തിലൊരു 8 നിലകളിലായിട്ടാണ് ഉള്ളത്. അതിൽ അടിയിലത്തെ 2 ഫ്ലോർ കാർ പാർക്കിങ്ങിനുള്ളതാണ്. ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്രൂസിനകത്തേക്ക് വലതുകാൽ വെച്ച് കയറി ഗൈസ്. അവിടെ നമ്മൾ വെൽക്കം ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്ലോർ പ്ലാൻസ് നോക്കി. ഓരോ ഫ്ലോറിലും എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഓടി നടന്ന് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ പോയി നമ്മൾ ഇരുന്നേ. അങ്ങനെ ക്രൂസ് മൂവ് ചെയ്യാൻ തുടങ്ങി. ജുവാന ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് സീയിൽ പോകുന്നത്, ഈ ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ക്രൂസ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ സീയൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സീനറി ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളൊരു AI പോലെയാണ് തോന്നണമെന്നാണ് മോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് 2 പേർക്കും മിൽക്ക് ചോക്ലേറ്റും മോൾക്കൊരു ക്യാൻഡി പോപ്പ് ജ്യൂസും ആണ് ഓർഡർ ചെയ്തത്. അതിനുശേഷം ലഞ്ചായിട്ട് ചിക്കനും റൈസും ആണ് കഴിച്ചത്. ആക്ച്വലി നമുക്ക് ഈ പാക്കേജിൽ ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരുന്നു, ബഫേ ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷെ നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം സീ സിക്നസ് ആണോ മോഷൻ സിക്നസ് ആണോ എന്നറിയില്ല, വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കിടന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും വന്ന് നമ്മൾ കിടക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നു. കാര്യമായിട്ടൊന്നും കാണാനില്ല, കൂടാതെ നല്ല തലകറക്കം ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ജേണിയൊക്കെ അവസാനിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത് ഈ കാർ മുഴുവനും ഈ ക്രൂസിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണേ. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബസ് നമ്മളെ കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു 2 അവേഴ്സ് കൂടി നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മളുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്താനായിട്ട്. നമ്മൾ ഈ ബസ്സിലേക്ക് കയറി നമ്മുടെ ക്രൂസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവൻ ദോ നമുക്ക് കുറച്ച് മോഷൻ സിക്നസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ, അത് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.